റോബസ്റ്റ് പഴവും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പുഡിംഗ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റോബസ്റ്റ് പഴവും മുട്ടയും വെച്ച് നമ്മളൊരു പുഡിംഗാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ റോബസ്റ്റ് പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ പഴത്തിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് പുഡിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. റോബസ്റ്റിൻ്റെ 2 നമുക്ക് ഇട്ട് കൊടുക്കാം ജാറിലോട്ട്. ഈ പഴം എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. വേറെ പഴത്തിലൊന്നും ഇത് ചെയ്തെടുക്കാൻ ഒക്കത്തില്ല. അതിന് വേണ്ടി 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതൽ എടുക്കണ്ട. അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ അളവിന് തന്നെ എടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇവിടെ ഒന്ന് അടച്ചെടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതിവിടെ അരഞ്ഞ് കിട്ടണം. നമ്മളിത് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകണം. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ഇതിവിടെ അരഞ്ഞ് കിട്ടാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടി ഈ പഞ്ചസാര ഒന്ന് നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ആയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ക്യാരമലായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ബ്രൗൺ കളറായി കിട്ടുന്നുണ്ട്. ഇതിൽ കൂടെ ബ്രൗൺ കളറായി വരണം. അതിനുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. എപ്പോഴും പറയുന്നതാണ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിവിടെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് വെന്താന്നൊന്ന് നോക്കിയെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു വളയം വെച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ബാറ്റർ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ നമുക്കിതൊന്ന് കൊണ്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിക്കണം. ഇത് കരിഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിക്കണം. ക്യാരമലായതുകൊണ്ട് അധികം നമുക്ക് വേവിച്ചെടുക്കാൻ നിൽക്കേണ്ട. നല്ലോണം നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ക്യാരമലൊന്ന് ഒഴിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കാം. പുഡിങ്ങാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.